നമസ്കാരം. ജനുവരി 1-ന് കേരളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളിൽ റിസർവ് ബാങ്ക് ഒരു പരസ്യം നൽകി. സഹകരണ സംഘങ്ങൾക്ക് ബാങ്കിംഗ് ലൈസൻസ് ഇല്ല. ബാങ്ക് എന്ന പേര് വയ്ക്കുന്നത് കുറ്റകരമാണ്. ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നത് അനുവദനീയമല്ല എന്നുമായിരുന്നു ആ അറിയിപ്പ്. മലയാളത്തിലും ഹിന്ദിയിലുമുള്ള ആ പരസ്യം കേരളത്തിലെ സഹകരണ മേഖലയെ ഉദ്ദേശിച്ചുള്ളതാണ്. CPIM നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന കരുവന്നൂരിലെ ആ സ്ഥാപനത്തിലെ നെടുങ്കൻ എഴുത്ത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 112 എന്നാണ്. CPI നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ എഴുതിയിരുന്നത് കണ്ടല സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 197 എന്നാണ്. ഏറ്റവും ഒടുവിൽ തട്ടിപ്പ് പുറത്തുവന്നത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിലാണ്. കൊല്ലം കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 214 എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടന്നതും നടക്കാത്തതുമായ ഒട്ടുമിക്ക സഹകരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും ബാങ്ക് എന്ന് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അവയൊക്കെ സംഘങ്ങളാണെന്നും ബാങ്കുകൾ അല്ലെന്നും ഇപ്പോൾ ആവർത്തിച്ച് പറയുകയാണ് റിസർവ് ബാങ്ക്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങൾ പിടിക്കാൻ RBI നേരിട്ടിറങ്ങുന്നു. റിസർവ് ബാങ്കിന്റെ രേഖകൾ അനുസരിച്ച് ഇന്ത്യയിൽ ബാങ്കിംഗ് ലൈസൻസ് ഉള്ളത് 12 പൊതുമേഖലാ ബാങ്കുകൾക്ക്, 21 സ്വകാര്യ ബാങ്കുകൾക്ക്, ഇസാഫ് പോലുള്ള 11 സ്മാൾ ഫിനാൻസ് ബാങ്കുകൾക്ക്, 4 പേയ്മെന്റ് ബാങ്കുകൾക്ക്, ഇതിനു പുറമെ 43 റീജിയണൽ ബാങ്കുകൾക്കുമാണ്. ഈ റീജിയണൽ ബാങ്കിൽ കേരള ഗ്രാമീൺ ബാങ്കും ഉണ്ട്. 44 വിദേശ ബാങ്കുകൾക്കും 69 അർബൻ ബാങ്കുകൾക്കും ബാങ്കിംഗ് ലൈസൻസ് ഉണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും ലൈസൻസ് ഉണ്ട്. അവ ഇവിടെ കേരള ബാങ്കായി മാറിക്കഴിഞ്ഞതോടെ സഹകരണ മേഖലയിൽ ആണ് എന്ന് പറയാൻ കഴിയില്ല. ഫലത്തിൽ കേരളത്തിൽ സഹകരണ മേഖലയിൽ ഇപ്പോൾ ബാങ്കിംഗ് ലൈസൻസ് ഉള്ളത് അർബൻ ബാങ്കുകൾക്കും കേരള ബാങ്കിനുമാണ്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പരസ്യം അനുസരിച്ച് ബാങ്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സഹകരണ സ്ഥാപനങ്ങളും അത് മാറ്റേണ്ടി വരും. പകരം സഹകരണ സംഘം എന്ന് എഴുതണം. ബാങ്കിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാം, ആർക്കും വായ്പയും നൽകാം. എന്നാൽ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങൾക്ക് മാത്രമേ നിക്ഷേപം അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നിക്ഷേപ സമാഹരണ യജ്ഞം എന്ന പേരിൽ വ്യവസായികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമൊക്കെ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. ഇതോടെ ആ യജ്ഞങ്ങൾക്ക് വലിയ നിയന്ത്രണം വരും. ഒരാൾക്ക് ഒരു സഹകരണ സംഘത്തിൽ മാത്രമേ അംഗത്വം അനുവദിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു സംഘത്തിൽ മാത്രമേ നിക്ഷേപവും സാധിക്കൂ. തട്ടിപ്പ് നടന്ന സഹകരണ ബാങ്കുകളിൽ മാത്രമല്ല, അല്ലാത്തവയിലും സജീവ അംഗങ്ങൾക്ക് പല സഹകരണ സംഘങ്ങളിൽ അംഗത്വമുണ്ട്. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വായ്പയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്ത പലർക്കും നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ അംഗത്വവും വായ്പയും ഉണ്ട്. ഇതൊന്നും അനുവദിക്കില്ല എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കേണ്ടത് അംഗങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച് അംഗങ്ങളുടെ മാത്രം വായ്പ നൽകി ആകണം എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. ഇത് പുതിയ നിയമം അല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചാണ് റിസർവ് ബാങ്കിന്റെ 2025 ജനുവരി 1-ലെ പരസ്യം. 1949-ലെ ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിന്റെ സെക്ഷൻ 7 ലംഘിച്ച് ചില സഹകരണ സംഘങ്ങൾ പേരിൽ ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഇത് കുറ്റമാണ്. ഈ സഹകരണ സംഘങ്ങൾക്ക് ബാങ്കിംഗ് ബിസിനസ്സിന് RBI ലൈസൻസ് നൽകിയിട്ടില്ല. ഇത്തരം സഹകരണ സംഘത്തിലെ നിക്ഷേപത്തിന് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ പരിരക്ഷയും ലഭിക്കില്ല. അത്തരം സംഘങ്ങൾ ബാങ്കാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ ജാഗ്രത പാലിക്കണം. ഇതോടൊപ്പം ബാങ്കിംഗ് ലൈസൻസ് ഉള്ള അർബൻ സഹകരണ ബാങ്കുകളുടെ പട്ടിക ലഭിക്കുന്ന ലിങ്കും പരസ്യത്തിലുണ്ട്. ഫലത്തിൽ അർബൻ സഹകരണ ബാങ്കുകളിൽ ഒഴികെ മറ്റേത് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചാലും RBIക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ പരസ്യം. ഇത് പൂർണ്ണമായുള്ള കയ്യൊഴിയലാണ്. അത്തരമൊരു നീക്കത്തിലൂടെ സഹകരണ സംഘങ്ങളുടെ അസ്തിത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിരവധി സഹകരണ സംഘങ്ങൾ ക്ലിപ്തം നമ്പറിനൊപ്പം ബാങ്ക് എന്നുകൂടി വയ്ക്കാറുണ്ട്. പൊതുജനങ്ങൾ ഈ ക്ലിപ്തം നമ്പറിനെ ആധികാരികമായ അക്കങ്ങളായിട്ടാണ് എടുത്തിരുന്നത്. S. ഹരീഷിന്റെ ഇപ്പോൾ പുറത്തിറങ്ങിയ നോവലിൽ ഇലു എന്ന അക്ഷരം കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്നും അതിനാൽ സ്വന്തം നായയ്ക്ക് ഇലു എന്ന് പേരിട്ടു എന്നും പറയുന്നുണ്ട്.
ഇലു മുഴുവൻ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് സഹകരണ സംഘങ്ങളിലെ ആധികാരികതയുടെ അക്കം എന്ന് കരുതിയിരുന്ന ഈ ക്ലിപ്തം എഴുതാനായിരുന്നു. ഇപ്പോഴാണ് ക്ലാക്ലിയിലെ ക്ലാ ഇലുവിന് പകരം ഉപയോഗിക്കുന്നത്. റിസർവ് ബാങ്ക് ജനുവരി 1 നൽകിയ പരസ്യത്തിലൂടെ ക്ലിപ്തം നമ്പർ കണ്ട് വഞ്ചിതരാകരുത് എന്ന് മാത്രമല്ല പറഞ്ഞു വയ്ക്കുന്നത്. സഹകരണ സംഘത്തിലെ നിക്ഷേപം മുഴുവൻ റിസർവ് ബാങ്ക് അംഗീകരിച്ച പട്ടികയിലുള്ള ബാങ്കുകളിലേക്ക് മാറ്റണമെന്ന് കൂടിയാണ് പറയുന്നത്. ആ നീക്കം ആത്യന്തികമായി ദോഷം ചെയ്യുക കേരളത്തിന്റെ ഗ്രാമീണ മേഖലയുടെ ജീവനാഡിയായ സഹകരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. സഹകരണ സ്ഥാപനങ്ങൾ ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇഡിയും CBIയും കഴിഞ്ഞ് ഇപ്പോൾ RBI തന്നെ കളത്തിൽ ഇറങ്ങുകയാണ്. ഇവിടെ മറുപടി നൽകേണ്ടത് സംസ്ഥാന സഹകരണ വകുപ്പും സർക്കാരുമാണ്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.